എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. മാധ്യമങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനോടും നേതൃത്വത്തോടും ആവശ്യപ്പെടാനുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇനിയും കാലവിളംബം കൂടാതെ എത്രയും പെട്ടെന്ന് ആ തീരുമാനം പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ കാര്യത്തിൽ ആർഎസ്പിയെ സംബന്ധിച്ചിടത്തോളം ആർഎസ്പി അടക്കമുള്ള യുഡിഎഫിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ ഘടകകക്ഷികളുമായും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരായി കേരളത്തിൽ വന്ന രണ്ടുപേർ ഞങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ആ ആശയവിനിമയം നടത്തിയപ്പോൾ ആർഎസ്പിയുടെ നിലപാട്, ആർഎസ്പിയുടെ കാഴ്ചപ്പാട് കൃത്യമായി വ്യക്തമായി ഞങ്ങൾ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലീഗും പറഞ്ഞിട്ടുണ്ടാകും, കേരള കോൺഗ്രസും പറഞ്ഞിട്ടുണ്ടാകും, എല്ലാ പാർട്ടികളും പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും വളരെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസ്കഷൻസ്, ഡെമോക്രാറ്റിക് പ്രോസസ് കോൺഗ്രസിനകത്ത് നടക്കുകയാണ്. അതിനെയൊക്കെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പശ്ചിമ ബംഗാളിൽ, തമിഴ്നാട്ടിൽ, ആസാമിലടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള കാലതാമസം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രവർത്തകരിലും പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള നിരാശ ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്ത് സംസ്ഥാന മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്ത് കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണ പ്രക്രിയയ്ക്ക് ഇനിയും കാലതാമസം ഉണ്ടാകാതെ അതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകണം എന്ന അഭ്യർത്ഥനയാണ് ആർഎസ്പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡിനോടും കോൺഗ്രസ് നേതൃത്വത്തോടും ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുണ്ട്. ഇത് ഘടകകക്ഷികളല്ലല്ലോ പ്രതിസന്ധിയിലാകുന്നത്. ഒരു ഭരണപരമായ പ്രതിസന്ധി കേരളത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ഇപ്പൊ നിലവിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മുൻകാലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഒരു ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുന്നതിന് കാലതാമസം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് ഭരണപരമായ പ്രതിസന്ധി എന്ന് വ്യാഖ്യാനിക്കുന്നത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല. കാരണം ഇവിടെ ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഭരണ സംവിധാനം നിലനിൽക്കുന്നുണ്ട്, അത് ഫോർമലായി ഫംഗ്ഷൻ ചെയ്യുന്നതിന് ഒരു സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുമില്ല. പക്ഷെ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അത് ഞാൻ 100% അംഗീകരിക്കുന്നു. രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി എന്തിനെ സംബന്ധിച്ച്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയാണല്ലോ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം രാഷ്ട്രീയമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അത് രാഷ്ട്രീയമായി യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇനിയും കാലതാമസം കൂടാതെ എത്രയും പെട്ടെന്ന് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെയും അതുവഴി മുഖ്യമന്ത്രിയെയും തീരുമാനിച്ച് പുതിയ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തണം. അതുവരെയുള്ള കാലതാമസം ഭരണപരമായിട്ടുള്ള അനിശ്ചിതത്വം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, പ്രതിസന്ധി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. രാഷ്ട്രീയമായ അനിശ്ചിതത്വത്തിന് വിരാമമിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം, നയപരമായ തീരുമാനം, അത് എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിന്റെ തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് ആർഎസ്പി മുന്നോട്ട് വെക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 102 സീറ്റ് വാങ്ങി തിളക്കമാർന്ന വിജയം കൈവരിച്ച് അത്യുത്സാഹത്തോടുകൂടി ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് വഴുതി വീണത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാരിൽ നൈരാശ്യമുണ്ടാക്കി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനിയും കാലതാമസം നേരിടാൻ പാടില്ല. മാത്രമല്ല, ആ നൈരാശ്യത്തിനപ്പുറത്തൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗവൺമെന്റ് ഇത്രയും ഒരു വലിയ ഡിഫീറ്റ്, ഒരു പരാജയം സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റിന് കനത്ത പരാജയമേറ്റപ്പോൾ ആ പരാജയത്തിന് ആധാരമായ കാരണങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സമയമാണ് ഈ സമയം. ഐക്യജനാധിപത്യ മുന്നണിയുടെ അഭിമാനകരമായ വിജയത്തെ സംബന്ധിച്ചുള്ള ആഹ്ലാദവും ആഘോഷവും
അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനേക്കാൾ പ്രധാനമാണ്, അല്ലെങ്കിൽ അതിനോളം പ്രധാനമാണ് 10 വർഷക്കാലമായി അധികാരത്തിലിരുന്ന ഈ ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികളെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടി CPM-ന്റെ ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കൂടി മാധ്യമങ്ങളിലും പത്രപങ്ക്തികളിലും കേവലം 2 കോളം ന്യൂസായി മാത്രമായിട്ടാണ് പരിമിതപ്പെട്ടത്. എന്തുകൊണ്ടത് പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വന്നില്ല? CPM നേരിടുന്ന സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രതിസന്ധിയാണെന്ന് ചർച്ച ചെയ്യേണ്ടത്. ഭരണരംഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ CPM-ന്റെ പ്രതിലോഭകരമായ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള അപജയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന സമയത്ത്, അതുപോലെ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നടപടികളും അഴിമതി ഉൾപ്പെടെയുള്ള സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള 10 വർഷക്കാലത്തെ ദുർഭരണത്തിന്റെ ദുരന്താനുഭവങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടുന്ന സമയത്താണ് ഇവിടെ കേരളത്തിൽ UDF മുഖ്യമന്ത്രി സ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള തർക്ക വിതർക്കങ്ങൾക്കും അതുപോലെയുള്ള ഒരുപാട് അനഭിലഷണീയമായ പ്രവണതകൾക്കും നേതൃത്വം കൊടുക്കുന്നത്. അതാണ് രാഷ്ട്രീയമായിട്ടുള്ളതിന്റെ ഇമ്പാക്ട്, പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് അതാണ്.